എന്തൊരു അത്ഭുതം നടത്തണം. സാഹിബ് പോലും കണ്ട അവന് ശാസ്ത്രം വളരാത്ത കാലത്ത് നമ്മളത് മനസ്സിലാക്കി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ പോയി തൊഴുതാൽ പുരുഷന്മാർ വലത്തെ ചെവി തറയിൽ മുട്ടിയാണ്, സ്ത്രീകൾ ഇടത്തെ ചെവി തറയിൽ മുട്ടിയാണ്. ശാസ്ത്രാംഗങ്ങൾ ചെയ്യുന്നതിന് ഭക്തനോ ഭക്തയോ ചെവി തറയിൽ മുട്ടിച്ചാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ ശംഖുവും കടപ്പുറത്ത് തിരമാല അടിക്കുന്ന ശബ്ദം കറക്റ്റ് ഭക്തൻ്റെ ചെവി കേൾക്കാം. ആണ്ടിൽ 2 തവണയാണ് പത്മനാഭസ്വാമിയെ ആറാട്ടിന് കൊണ്ടുപോകുന്നത്. ആ ഒരു ദിവസം തിരുവനന്തപുരം എയർപോർട്ടിൽ ഒരു വിമാനം ഇറങ്ങുകയില്ല. കാരണം വിമാനം ഇറങ്ങുന്ന ടാർമാക്കിൽ കൂടാണ് പത്മനാഭസ്വാമി എഴുന്നേറ്റ് ശംഖുമുഖത്ത് കൊണ്ടുപോകുന്നത്. ആ ശംഖുമുഖത്ത് കൊണ്ടുപോയി പത്മനാഭസ്വാമിയെ കുളിപ്പിക്കുന്ന ആ കടവിലെ തിരമാലയുടെ ശബ്ദമാണ് ഇവിടെ ഭക്തൻ്റെ ചെവി കേട്ടത്. ഇപ്പോൾ പോലും ഭൂമിക്കടിയിലൂടെ 5 കിലോമീറ്റർ ശബ്ദം കൊണ്ടുപോകാൻ സായിപ്പിന് പോലും പറ്റിയില്ല, സായിപ്പിന് പോലും. അപ്പോൾ ഒരു വയർലെസ് ഒരു കമ്പിയില്ലാതിരുന്ന കാലത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം സൃഷ്ടിച്ച രാജാവും മഹാപുരോഹിതനും ശില്പി വളരെ കൃത്യമായി ശംഖുവും കടപ്പുറം തിരമാലടിക്കുന്ന ശബ്ദം ഭൂമിക്കടിക്കൂടെ കൊണ്ടുവന്ന് ഭക്തൻ്റെ ചെവിയിൽ കേൾക്കത്തോളം സെറ്റ് ചെയ്യുക അവിടെ. അപ്പോൾ ഭക്തന് ശബ്ദം കേട്ട് കഴിയുമ്പോൾ ഭഗവാൻ വണങ്ങിയെന്ന് മനസ്സിലാവും. ഉടനെ ഭഗവാൻ വണങ്ങിയത് സമ്മതിച്ചെന്ന് കേട്ട് കഴിയുമ്പോൾ ഭക്തൻ എഴുന്നേ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 2000 യക്ഷികളെ ഭിത്തിയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ യക്ഷിയിൽ വ്യത്യസ്തമാണ് രണ്ടാമത്തെ യക്ഷി, രണ്ടാമത്തെ യക്ഷിയിൽ വ്യത്യസ്തമാണ് മൂന്നാമത്തെ യക്ഷി. 2000 യക്ഷികൾ, 2000 ഡിഫറൻറ്റ് യക്ഷികളാണ്. ഒരക്ഷയുടെ മൂക്കിച്ച് നീളക്കൂടുതലായിരിക്കും, മറ്റേ യക്ഷിയുടെ ചെവിയുടെ ഇയർ ബോക്സിന് നീളക്കൂടുതലായിരിക്കും, ഒരക്ഷയുടെ ഇടത്തേക്കാണ് വണ്ണക്കൂടുതലായിരിക്കും, മറ്റേ യക്ഷിയുടെ വലത്തേക്കായി ഇച്ചിരി വണ്ണക്കൂടുതലായിരിക്കും, ഒരക്ഷയുടെ വിരലിന് നീളം ഇച്ചിരി കൂടുതലായിരിക്കും. 2000 യക്ഷി, 2000 ഡിഫറൻറ്റ് യക്ഷിയെ കൊത്തി വെച്ചിരിക്കുകയാണ്. 2000 ഡിഫറൻറ്റ് യക്ഷിയെ. അത്രയും വ്യത്യസ്തത ഉണ്ടാക്കണമെങ്കിൽ എന്തുമാത്രം ചിന്തിച്ചിട്ടാണ് ഓരോ യക്ഷിയെ ഭിത്തിയിൽ കൊത്തി വെച്ചിരിക്കുന്നത് മനസ്സിലായത്. ഞാനിത് 5 ഉദാഹരണം പറഞ്ഞാണ്. ആ ക്ഷേത്രം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടല്ലോ ദിവസങ്ങളിൽ മെനക്കെട്ടെങ്കിലേ പറ്റുള്ളൂ. അത്ര പ്രത്യേകം. ഞാൻ കോട്ടയം SP ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഉത്സവമാണ്. 7 പൊന്നാനം പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ. പക്ഷേ എല്ലാവർക്കും ഉത്സവമാണ്, ഞങ്ങൾക്ക് ഉത്സവമല്ല. കാരണം 7 പൊന്നാന 780 പവനാണ്. 750 പവൻ എന്ന് പറഞ്ഞാൽ 4 കോടി രൂപയാണ്. അപ്പോൾ പൊന്നാനെ അടിച്ചെടുത്തൊന്ന് പോകാൻ ടെററിസ്റ്റുകളോ ഡക്കോയിറ്റുകളോ ഒന്ന് അടിച്ചെടുത്തൊന്ന് പോയാൽ ഭയങ്കര സമയം പോക്കെടുത്ത് വെടി പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 50 പോലീസുകാർക്ക് തോക്കിഷ് അവർക്ക് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ഏതെങ്കിലും കൊള്ളക്കാർ പൊന്നാനെ എടുക്കാൻ ശ്രമിച്ചാൽ ഷൂട്ട് ഹിം ഡെഡ് ഓൺ ദ സ്പോട്ട്. ഫർദർ ഓർഡറൊന്നും വേണ്ട, വെടിവെച്ചവനെ കൊന്നേക്കാൻ തരാം. ഞാൻ റോഡുകളെടുത്ത് ആ മുണ്ടയൊക്കെ നിറച്ച് വെള്ളിയാട്ടേൻ്റെ ഉടുപ്പിനണി പിടിച്ചിരിക്കുക. അപ്പോഴാണ് ഈ പൊന്നാനെ പുറത്തിറക്കണം. കേരളത്തിലെ വലിയ തസ്കര വീരന്മാരെല്ലാം പൊന്നാനെ അടിക്കാൻ പോയിട്ടുണ്ട്, സ്റ്റീഫൻ ഉൾപ്പെടെ. പക്ഷേ ഒരെണ്ണത്തിന് പൊന്നാനിരിക്കുന്ന ആരുടെ അടുത്തൊക്കെ എത്താൻ പറ്റിയിട്ടില്ല. സ്റ്റീഫന് മാത്രം തലയുടെ മുകളിലിരിക്കുന്ന ആ റിങ്ങിൻ്റെ ഒരു ചെറിയ ഭാഗം കിട്ടി. ഞാനും 50 എന്താ ഇത് കാര്യം? അപ്പോഴാണ് ഈ അറ തുറക്കുന്ന സമയം ഞാൻ പോയി അവിടെ നിൽക്കണം. അപ്പോൾ 7 സ്ഥലത്തുനിന്ന് 7 താക്കോൽ വന്നു. ആദ്യം പ്രധാന പൂജാരി താക്കോട്ട് കറക്കി, രണ്ടാമത്തെ പൂജാരി കറക്കി, മൂന്നാം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കറക്കി, പിന്നെ ദേവസ്വം ബോർഡ് സെക്രട്ടറി കറക്കി, പിന്നെ ദേവസ്വം ബോർഡ് ട്രഷറർ കറക്കി. അങ്ങനെ 7 വീട്ടിൽ നിന്ന് വന്ന 7 താക്കോൽ അനുക്രമമായി കറക്കിയെങ്കിലേ അറ തുറക്കും. രണ്ടാമത്തവൻ താക്കോട്ട് കറക്കിയിട്ട് 4ാമത്തവൻ കറക്കിയാൽ അറ തുറക്കയില്ല. ഞാനൊരു പോലീസ് ഓഫീസറായതുകൊണ്ട് ഞാൻ 7 താക്കോലെടുത്ത് ലെൻസ് വെച്ച് ഇങ്ങനെ പരിശോധിച്ചു. എനിക്കൊരു ചുക്കും മനസ്സിലായില്ല. ഈ താക്കോലിനകത്ത് ഇവിടെയാണ് വ്യത്യാസം വരുത്തിയത് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അങ്ങനെയാണ് ആ പൊന്നാനെ പുറത്തെടുത്തത്. പൊന്നാനെ പുറത്തെടുത്തപ്പോൾ പൂജാരി എന്നോട് പറഞ്ഞു, സാറേ ഈ 1ാം താനയിൽ വ്യത്യസ്തമാണ് 2ാമത്തെ ആന, 2ാമത്തെ ആന വ്യത്യസ്തമാണ് 3ാമത്തെ ആന. അദ്ദേഹം 8 ആനയുടെ വ്യത്യാസം പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ വിചാരിച്ചു ഒരേ അച്ചീവാത്ത ആനകളാണ്. ഒരാനയുടെ കൊമ്മിണിച്ചിട്ട് നീളക്കുള്ളേ, മറ്റേ ആനയുടെ തുമ്പിക്കഴിച്ചിട്ട് നീളക്കുള്ളേ. 3ാമത്തെ ആനയുടെ ചെവിക്കൊരു പ്രത്യേകത ഉണ്ടാവും. 8 ഏഴപ്പൊന്നാന 8 ഡിഫറെൻ്റ് ആനകളാണ്. ഒരച്ചലുണ്ടാക്കിയ ആനകളല്ല.
നമുക്ക് എഴുന്നേൽക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവുന്നില്ലത്. ഇതാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ അത്ഭുതം എന്ന് പറയുന്നത്. കേരളത്തിലെ 108 പ്രധാന ക്ഷേത്രങ്ങളെ പറ്റി ഇന്ത്യൻ എക്സ്പ്രസ് പത്രം ഒരു പുസ്തകം എഴുതി. ഗ്രേറ്റ് ടെമ്പിൾസ് ഓഫ് കേരള. 1000 രൂപയുടെ പുസ്തകം. ഞാനൊരു കോപ്പറേറ്റിൻ്റെ കൈ സൂക്ഷിച്ചിട്ടുണ്ട്. ആ ഓരോ ക്ഷേത്രത്തിൻ്റെയും ചരിത്രം എന്താണ്, ഐതിഹ്യം എന്താണ്, ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകം എന്താണ്, ആ ക്ഷേത്രത്തിലെ ആചാരം എന്താണ്, അതിൽ പ്രത്യേകം എന്താണ്, അവിടെ ചൊല്ലുന്ന പ്രത്യേക മന്ത്രത്തിൻ്റെ പ്രത്യേകം എന്താണ്, കംപ്ലീറ്റ് പുസ്തകങ്ങളുണ്ട്. 1000 രൂപയുടെ പുസ്തകം. 108 ക്ഷേത്രം. ആ ഓരോ ക്ഷേത്രത്തിൽ പഠിക്കുമ്പോഴാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ അത്ഭുതം എത്താൻ പിടിക്കുന്നത്. വളരെ ഗംഭീരമായിട്ട് മനസ്സിലാക്കുന്ന സംഭവമാണ്. നിങ്ങളുടെ ക്ഷേത്രവും ആ പുസ്തകത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലിസ്റ്റ് ചെയ്തേക്കണം. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഈ ദേശത്തുകാരല്ലാത്ത, പള്ളിപ്പുറത്തുകാരല്ലാത്ത ഒരാൾ പുറത്തുനിന്നോട് വരികയാണെങ്കിൽ ആ വരുന്ന ആളിനെ ഒറ്റയടിക്ക് വായിച്ചാൽ മനസ്സിലാകാത്ത രീതിയിൽ ഒരു പാമ്പ്ലെറ്റ് ഉണ്ടാക്കി വെച്ചേക്കാം. ഭക്തൻ വരുമ്പോൾ ഓരോ കോപ്പ് വെച്ചേക്കാം. 2 രൂപയുടെ ചിലവല്ലേ ഉള്ളൂ. അത് വായിക്കുമ്പോൾ ഭക്തൻ മനസ്സിലാവും ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്താണ്, ഇതിൻ്റെ ചരിത്രം എന്താണ്, ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്താണ്, ഇവിടുത്തെ ആരാധന പ്രത്യേകത എന്താണ്, ഈ ക്ഷേത്രത്തിലെ ആചാരം എന്താണെന്ന് മനുഷ്യന് മനസ്സിലാവും. പള്ളിപ്പുറക്കാർക്ക് അറിയാം, പുറത്തുനിന്നാണെന്ന് അയാൾക്കറിയട്ടെ. ഇത് ഒറ്റയടിക്ക് ഒരു ഫ്രണ്ട് ചെയ്ത് പാമ്പ്ലെറ്റ് വെച്ചേക്കണം. അവിടെ ഏത് ഭക്തം വന്നാലും ഒരു കോപ്പ് വെച്ചേക്കണം. അപ്പോൾ ആ അത്ഭുത ലോകത്തിന് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ആരാധനാലയങ്ങൾ, നമ്മുടെ ക്ഷേത്രങ്ങൾ എത്ര അത്ഭുതകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സനാതനധർമ്മം എന്താണെന്നും അതിൻ്റെ ആരാധനാലയങ്ങളെ ക്ഷേത്രങ്ങൾ എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കില്ല. ആ സനാതനധർമ്മത്തെ ലോകത്തിന് മനസ്സിലാക്കാൻ ലോകത്തിന് അത്ഭുതകരമായ പുസ്തകങ്ങൾ കൊടുത്തു ഭാരതം. അത് ഏറ്റവും വലിയ സംഭാവന ചെയ്ത ആൾ വേദവ്യാസൻ എന്ന മഹാനാണ്. അദ്ദേഹം ജനിച്ചത് കൃഷ്ണദ്വൈപായനൻ. തൊലി കറുത്ത ആളായതുകൊണ്ട് കൃഷ്ണൻ എന്ന് വിളിച്ചു. ദ്വീപിൽ ജനിച്ചതുകൊണ്ട് ദ്വൈപായനൻ എന്ന് വിളിച്ചു. പക്ഷേ കൃഷ്ണദ്വൈപായനൻ ആദ്യമായി സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും ഉയർന്ന പുസ്തകങ്ങളായ വേദങ്ങളെ സമാഹരിച്ചെടുത്തു. ഋഗ്വേദത്തെ 10540 ശ്ലോകങ്ങൾ സമാഹരിച്ചു. യജുർവേദത്തെ 1970 ശ്ലോകങ്ങൾ സമാഹരിച്ചു. സാമവേദത്തെ 1540 ശ്ലോകങ്ങൾ സമാഹരിച്ചു. അഥർവവേദത്തെ 7000 ശ്ലോകങ്ങൾ സമാഹരിച്ചു. 21,000 ശ്ലോകങ്ങളിലായിട്ട് വേദവ്യാസൻ 4 വേദങ്ങളെ കമ്പൈൻ ചെയ്തു. വേദങ്ങളെ രസിച്ചവനായതുകൊണ്ട് കൃഷ്ണദ്വൈപായനൻ്റെ പേര് മാറി വേദവ്യാസൻ എന്ന് വിളിച്ചു. ആ വേദവ്യാസൻ അത് കഴിഞ്ഞിട്ട് അന്ത്യങ്ങളെ കുറിക്കുന്ന ഗ്രന്ഥങ്ങളെന്ന രീതി ഉപനിഷത്തിൽ എഴുതി. 108 പ്രധാന ഉപനിഷത്ത്, എല്ലാം കൂടി 1098 ഉപനിഷത്ത്, എല്ലാം കൂടി 27,000 ശ്ലോകങ്ങളുള്ള ഉപനിഷത്തുകൾ. അത് കഴിഞ്ഞ് അദ്ദേഹം പുരാണങ്ങൾ എഴുതി. 18 പുരാണം. 18 പുരാണങ്ങളിലൂടെ 3,67,000 ശ്ലോകം. അതിനുശേഷം വേദവ്യാസൻ ഉപപുരാണങ്ങൾ എഴുതി 12, 4,97,000 ശ്ലോകം. എല്ലാം കൂടി 11 ലക്ഷം ശ്ലോകങ്ങളാണ് മഹാനായ വേദവ്യാസൻ എഴുതിയിട്ടുള്ളത്. വേദവ്യാസന് മുമ്പോ വേദവ്യാസന് ശേഷമോ ലോകത്തിലാരും 11 ലക്ഷം ശ്ലോകം എഴുതിയിട്ടില്ല. അവിടെയാണ് വേദവ്യാസൻ്റെ കഴിവെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വേദവ്യാസനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ പാടുന്നത്. നമോസ്തുതേ വ്യാസ വിശാലത്തെ പുല്ലോരവിന്ദായ പത്രനേത്ര ഏനെ ത്വയ ഭാരത തൈലപൂർണ്ണ പ്രജ്വലോ ജ്ഞാനമയം പ്രദീപ. അദ്ദേഹത്തിൻ്റെ വിജ്ഞാനസാഗരത്തിലെ വളരെ പ്രസിദ്ധമായ പുരാണങ്ങളുണ്ട്. അതിലെ 17ാമത്തെ പുരാണമാണ് നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ ബ്രഹ്മാണ്ഡ പുരാണം വായിക്കുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ ഒന്നുകിൽ ശ്രീമദ് ഭാഗവതം എടുത്ത് പറയും, അല്ലെങ്കിൽ ദേവി ഭാഗവതം പറയും, ഇല്ലെങ്കിൽ ശിവപുരാണം പറയും, അല്ലെങ്കിൽ ഭഗവത്ഗീത സപ്താഹം നടത്തും, ഭഗവത്ഗീത ജ്ഞാനയക്കം നടത്തും. ഈ 4 പുസ്തകങ്ങൾക്ക് അപ്പുറത്തായി സാധാരണ ക്ഷേത്രങ്ങളിൽ മറ്റു പുരാണങ്ങൾ എടുത്ത് സപ്താഹം നടത്താറില്ല. അതുകൊണ്ട് തന്നെ ബ്രഹ്മാണ്ഡ പുരാണം എന്ന മഹത്തായ പുരാണത്തെ എടുത്ത് വ്യാഖ്യാനിക്കാൻ പഠിക്കാൻ ശ്രമിച്ച പള്ളിപ്പുറം ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മാണ്ഡ പുരാണം പഠിക്കണമെങ്കിൽ ആദ്യം പുരാണം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പുരാണം എന്താണെന്ന് വേദവ്യാസൻ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്.
സർഗഞ്ച പ്രതിസർഗഞ്ച വംശോ മന്വന്തരാണി വംശാനുചരിതം ചെയ്വ പുരാണോ പഞ്ചലക്ഷം. ബ്രഹ്മാണ്ഡ പുരാണമാണെങ്കിലുള്ള ശ്രീമദ് ഭാഗവതമാണെങ്കിലുള്ള ദേവീഭാഗവതമാണെങ്കിലുള്ള ഏത് പുരാണം എടുത്താലും പുരാണത്തിന് 5 ഭാഗങ്ങളാണ്. ഒന്ന് സർഗഞ്ച, ഈശ്വരൻ ഈ ഭൂമിയിൽ എന്തെല്ലാം സൃഷ്ടിച്ചു. ഈശ്വരൻ പശ്ചിമസമുദ്രം ഉണ്ടാക്കി, ഹിമാലയപർവ്വതം ഉണ്ടാക്കി, നദികളുണ്ടാക്കി, ഗംഗാനദിയുണ്ടാക്കി, സസ്യശ്യാമളമായി കേരളത്തെ സൃഷ്ടിച്ചു. ഇതൊക്കെ ദൈവം ഉണ്ടാക്കിയതാണ്. പ്രതിസർഗഞ്ച, ഈശ്വരൻ ഉണ്ടാക്കിയത് കൂടാതെ മനുഷ്യൻ എന്തെല്ലാം സൃഷ്ടിച്ചു കൊടുത്തേ. മനുഷ്യൻ ചിലപ്പോൾ ഇന്ദ്രപ്രസ്ഥം പണിഞ്ഞു, അവൻ ഹസ്തരപണം പണിഞ്ഞു. അങ്ങനെ ഈശ്വരൻ്റെ സൃഷ്ടിയെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തു കുറേ ഭാഗത്ത്. വേറെ ചില ഭാഗത്ത് നമ്മൾ യുദ്ധം നടത്തി, കുരുക്ഷേത്ര യുദ്ധം നടത്തി, ലക്ഷങ്ങളാളെ കൊന്ന് ആ ഭൂമിയിൽ ഒരു സംഗതിയും വളരാത്തവണ്ണം നശിപ്പിച്ചതാണ്. ഞാൻ കുരുക്ഷേത്രത്തിൽ ചെന്നു, കറുത്ത മണ്ണാണ്, ഒറ്റ പുല്ല് പോലും കുരുക്ഷേത്രത്തിൽ കിളിക്കുകയില്ല. കാര്യം മനുഷ്യൻ്റെ രക്തം വീണ് ആ മണ്ണ് കുതിർന്ന് സസ്യങ്ങൾ പോലും വളരാത്ത മണ്ണാക്കി മാറ്റിക്കളഞ്ഞ കുരുക്ഷേത്രം. മനുഷ്യൻ അങ്ങനെ നശിച്ചു. കുരുക്ഷേത്രം മണ്ണ് ഭയങ്കര വയലായിരുന്നു, അതാണ് ആ പരുത്തിൽ മനുഷ്യനാക്കിയത്. അപ്പോൾ സർഗഞ്ച എന്നുള്ള ഈശ്വരൻ എന്നെല്ലാം സൃഷ്ടിച്ചു, പ്രതിസർഗഞ്ച മനുഷ്യൻ എന്നെല്ലാം സൃഷ്ടിച്ചു. അപ്പോൾ സർഗഞ്ചയും പ്രതിസർഗഞ്ചയുടെ കൂട്ടിയാൽ ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ പറയും കോസ്മോ ഗണി. എങ്ങനെയാണ് ഈ കോസ്മോസ്, ഈ ലോകം ഉണ്ടായത്? കോസ്മോ ഗണി, അതാണ് 1-ാം ഭാഗം. 3-ാമത് സർഗഞ്ചയും പ്രതിസർഗഞ്ചയും കഴിഞ്ഞാൽ വംശോ. പുരാണത്തിൽ ഒരാളുടെ പേര് പറഞ്ഞാൽ അപ്പോഴയാളുടെ വംശാവലിയുടെ പേര്. രാമായണത്തിൽ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പേര് പറഞ്ഞാൽ അപ്പോഴേ പുരാണം പറയും. മനുവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, ഇക്ഷ്വാകുവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, ഗംഗാനദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഭാഗീരഥൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, സത്യചക്രവർത്തിയാൽ ഹരിചന്ദ്രൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, സാഗരൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, ആദ്യമായി റോക്കറ്റ് ഉണ്ടാക്കി ശൂന്യാകാശത്ത് സാറ്റലൈറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന തൃശങ്കുവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, ദിലീപിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, രഘുവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ദശരഥൻ്റെ മകൻ ശ്രീരാമൻ ഒറ്റയടിക്ക് 40 തലമുറയിൽ വരും. അതാണ് വംശോ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ക്രോണോളജി എന്താ സംഭവിച്ചെന്ന് പറയും. 4 എന്താണ്? മന്വന്തരാണി. ലോകത്തിൽ 14 മന്വന്തരങ്ങളുണ്ടെന്നാണ് ഹിന്ദു എൻസൈക്ലോപീഡിയ പറയുന്നത്. ഹിന്ദുമത എൻസൈക്ലോപീഡിയ പറയുന്നത്. പുരാണത്തിലും അങ്ങനെ പറയുന്നത്. പക്ഷേ ബംഗാളിൽ നിന്നിറങ്ങിയ ഒരു ഭാഗവതമുണ്ട്. ആ ഭാഗവതത്തിൻ്റെ 10-ാം അധ്യായത്തിൽ 71 ചതുരങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 71 ചതുരങ്ങൾ. പക്ഷേ നോർമലായിട്ട് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നതല്ല ഈ 71 ചതുരങ്ങൾ. 14 മന്വന്തരങ്ങളിൽ 7-ാമത്തെ മന്വന്തരത്തിലാണ് നിങ്ങൾ ഞാൻ ജീവിക്കുന്നത്, വൈശ്വത മന്വന്തരം. വൈശ്വതം എന്ന് പറഞ്ഞാൽ സൂര്യഭഗവാൻ. സൂര്യഭഗവാന്റെ സോളാർ സിസ്റ്റത്തിൽ മനുഷ്യൻ താമസിക്കുന്ന കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം. ഒരു മന്വന്തരത്തിന് 4 കാലങ്ങളുണ്ട്: കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. കലിയുഗം തീരുമ്പോൾ വീണ്ടും കലിക്ക് വന്നിട്ട് കൃഷ്ണന്മാരെ കൊന്നിട്ട് കൃതയുഗത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകും. അങ്ങനെ മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും പ്രയാസമുള്ള കാലം വൈശ്വത മന്വന്തരത്തിലെ കലിയുഗം. അന്നാണ് ഗ്രഹപ്പഴയ്ക്ക് നിങ്ങളും ഞാൻ ഈ ഭൂമി ജനിച്ചത്. അപ്പോൾ ഈ കലിയുഗം കഴിയുമ്പോൾ വൈശ്വത മന്വന്തരം കഴിയും. ഇനി എന്താണ് എവിടെയാണ് മനുഷ്യൻ ജീവിക്കാൻ പോകുന്നത്? വേദവ്യാസൻ പറയുന്നു, അടുത്ത മന്വന്തരം റാസ അൽഗതി എന്ന നക്ഷത്രത്തിൻ്റെ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ സിസ്റ്റത്തിലാണ് മനുഷ്യൻ അടുത്ത മന്വന്തരത്തിൽ വരാൻ പോകുന്നത്. സോളാർ സിസ്റ്റത്തിൽ മനുഷ്യൻ്റെ ഇടപാട് കഴിയും. കുടലും പിടികളും ആറ്റം വിട്ട് എല്ലാത്തിനും ഇടപാട് കഴിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കാനായിട്ട് വരുവാണ്. ന്യൂക്ലിയർ വാർ കഴിയും. അതുകൊണ്ട് വളരെ അടുത്ത മന്വന്തരം വരും. അപ്പോൾ ഈ മന്വന്തരാണി എന്ന് പറഞ്ഞാൽ അത് കോസ്മോളജി എന്ന് പറയുന്ന സംഭവം. കോസ്മോളജി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ. പിന്നെ വംശാനുചരിതം, ഒരു കുടുംബം എങ്ങനെ മാറി വേറൊരു കുടുംബമായിട്ട് മാറി. അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ദാസറാക്കി യുദ്ധം ജയിച്ച രാജാവാണ് സുദാസ്. സുദാസിൻ്റെ രാജവംശമാണ് ഭരതരാജവംശം. ഭരതരാജവംശം ഭരിച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് ഭാരതം എന്ന് പേരുണ്ടായത്. ഉത്തരം സന്ദ്രസ്യ ഹിമാലയ ചൈൻ ദക്ഷിണം ഭാരതീയത്വ സന്ധി ഭരതൻ്റെ രാജവംശം ജീവിച്ചിരുന്നത്. ഈ ഭരതൻ സുദാസ് യുദ്ധം ജയിച്ച ശേഷം പരാജയപ്പെട്ട പൂരു രാജാവിൻ്റെ മകളെ കല്യാണം കഴിച്ചു. അങ്ങനെ ഭരതകുലു പൂരുകുലവും ഒന്നായപ്പം കുരുവംശമായി. കുരു, അതിലുണ്ടായ മകനാണ് കുരു. കുരുവംശത്തിലെ ആണ് കൗരവന്മാരും പാണ്ഡവന്മാരും ജനിക്കുന്നത്.
അതിന് കൗരവന്മാരെല്ലാം മരിച്ചിട്ട് പാണ്ഡവരാണ് പിന്തുടർന്നത്. പാണ്ഡു കുന്തിദേവിയെ കല്യാണം കഴിച്ചപ്പോൾ അത് കുരു യദു രാജവംശമായി. പിന്നെ ഒരു കുരു യദു പാഞ്ചാല രാജവംശമായി. പാഞ്ചാല കിട്ടിയപ്പോൾ പക്ഷെ പാഞ്ചാലയുടെ 5 മക്കളും മഹാഭാരതത്തിൽ കൊല്ലപ്പെട്ടു. അതിൽ അവിടെ പിന്തുടർച്ച ഉണ്ടായില്ല. പിന്നെ അഭിമന്യുവിന് ഉത്തരയിലുണ്ടായ കുട്ടി പരിശുദ്ധ രാജാവായി. അപ്പോഴേക്കും അതെന്തായി? കുരു യദു പാഞ്ചാല വിരാട രാജവംശമായി മാറി. അപ്പോൾ ഈ രാജവംശങ്ങളെല്ലാം മാറുന്നു. അതാണ് ഈ വംശാനുചരിത. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ജീനിയോളജി എന്നാണ്. അപ്പോൾ എന്താണ് പുരാണം എന്ന് ചോദിച്ചാൽ സർഗഞ്ച പ്രതിസർഗഞ്ച വംശവും മണ്ണുന്തരാണ് വംശാനുചരിതം ചെയ്യുക പുരാണമോ പഞ്ചലക്ഷണം. അതായത് കോസ്മോഗണി, കോസ്മോളജി, ജീനിയോളജി, ഈ 4 ചേരുന്നതാണ് പുരാണം. ഈ പുരാണങ്ങൾ 18 അതിൽ 17ാമത്തെ പുരാണമാണ് ബ്രഹ്മാണ്ഡ പുരാണം. ആ ബ്രഹ്മാണ്ഡ പുരാണമാണ് ഈ ക്ഷേത്രത്തിൽ ഈ ആഴ്ച ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഈ ബ്രഹ്മാണ്ഡ പുരാണം? ബ്രഹ്മാണ്ഡ പുരാണം എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മം എങ്ങനെ ഉണ്ടായി എന്ന് വിശദീകരിക്കാൻ 17,000 ശ്ലോകങ്ങളാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിലുള്ളത്. അതിൽ 4 ഭാഗങ്ങളാണ്. 4 ഭാഗങ്ങളിലായി 71 അധ്യായമാണ്. 17,000 ശ്ലോകങ്ങളുള്ള 4 ഭാഗങ്ങളുള്ള 71 അധ്യായം. അതിലേറ്റവും ആദ്യം വരുന്നത് ഈ ബ്രഹ്മാണ്ഡം എങ്ങനെ ഉണ്ടായി എന്ന പ്രസിദ്ധമായ തിയറിയാണ്. അപ്പോൾ ശ്രീമദ് ഭാഗവതം എടുത്താൽ വിഷ്ണു ഭഗവാന്റെ 10 അവതാരങ്ങൾ: മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, രാമോ രാമച്ച രാമ, കൃഷ്ണ, കൽക്കി. ദേവീഭാഗവതം എടുത്താലോ ഭഗവതിയുടെ ദശാവതാരം വരും. ശിവപുരാണം എടുത്താലോ പരമശിവന് 18 അവതാരമാണ്, അഷ്ടദശാവതാരങ്ങൾ. പരമശിവന്റെ 18 അവതാരമാണ് ശിവപുരാണത്തിൽ വരുന്നത്. പക്ഷേ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ വംശാവലി എടുക്കുന്നതിന് പകരം ആദ്യം പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി അത് വായിക്കുമ്പോൾ അമ്പലത്തിലാണ്. 17ാം നൂറ്റാണ്ട് വരെ മനുഷ്യൻ ധരിച്ചു വെച്ചിരുന്നത് ഭൂമിയാണ് പ്രപഞ്ചത്തിലെ സെന്റർ, ബാക്കി സൂര്യൻ ഉൾപ്പെടെയെല്ലാം നമ്മുടെ വീട്ടിൽ കറങ്ങുന്നതാണെന്ന് വിശ്വസിച്ചിരുന്നു. 1840 ആയപ്പോഴാണ് സോളാർ സിസ്റ്റം നടത്തുന്ന നക്ഷത്രങ്ങളുണ്ടെന്നും അത് എണ്ണത്തിലുള്ള പെരുക്കമാണെന്നും മനസ്സിലായത്. അതിന് മുമ്പ് ബാബിലോണിയൻസ് 12 നക്ഷത്രങ്ങളെ പറ്റി അറിഞ്ഞിരുന്നു. 12 നക്ഷത്രം. അതിൽ സൂര്യഭഗവാന്റെ ഗ്രഹങ്ങൾ 6 എന്നാണ് ബാബിലോണിയക്കാർ ഈജിപ്തിൽ വിശ്വസിച്ചിരുന്നത്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം വരെ 6 ഗ്രഹങ്ങളെ ഈജിപ്തിലേക്ക് പോയിരുന്നു ബാബിലോണിയക്കാർക്ക് അറിയാൻ. പക്ഷേ ഇന്ത്യക്കാർ അതിനപ്പുറത്തുള്ള യുറാനസ്, നെപ്റ്റ്യൂൺ ആൻഡ് പ്ലൂട്ടോയെ മനുഷ്യൻ കണ്ടെത്തിയത് 1930-ലാണ്. പക്ഷെ ഇന്ത്യയിലെ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ 4000 വർഷത്തിന് മുമ്പ് മനുഷ്യൻ കണ്ടുപിടിച്ചിരുന്നു വ്യാഴത്തിനപ്പുറത്ത്, ശനിക്കപ്പുറത്ത് നക്ഷത്ര ഗ്രഹങ്ങളുണ്ട്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി. അതൊരു 6 മറ്റ് സംസ്കാരങ്ങൾക്ക് അറിയായിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞു കണ്ടകൻ, സമരസൻ, ബ്രഹ്മസൂര്യ, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ 9 ഗ്രഹങ്ങളുണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. പ്രപഞ്ചം ഇവിടെ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ പറ്റി ബ്രഹ്മാണ്ഡ പുരാണം പറയുക. ആദ്യം ഒരു അണ്ഡം മാത്രമേ ഉണ്ടായിരുന്നു. അതിന് 2ആയി സ്പ്ലിറ്റ് ചെയ്തു. അതിനുശേഷം അത് 50 കോടി ആദിത്യന്മാരെ പുറപ്പെടുവിച്ചു. 50 കോടി സ്റ്റാർസിനെ, നക്ഷത്രങ്ങളെ പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ പ്രപഞ്ചം എന്ന വിശാലമായ സംഭവം ഉണ്ടാവുകയാണ്.